മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ പദ്ധതിയുടെ കരട് ഇന്ന് മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിക്കും. പദ്ധതിയുടെ കരട് മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് അന്തിമമാക്കിയേക്കും. പ്രത്യേക മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, വലിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ മന്ത്രിസഭായോഗം ചേരുന്നത്. ഈ കരടിൽ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അതൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? പ്രവിത 3:30 ഓൺലൈനായി നടക്കുന്ന മന്ത്രിസഭായോഗം. ഈ മന്ത്രിസഭായോഗത്തിൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസം സംബന്ധിച്ച കരട് പദ്ധതി അവതരിപ്പിക്കും. ഈ കരട് പദ്ധതി ചർച്ച ചെയ്ത് മന്ത്രിസഭ അന്തിമമാക്കും. പുനരധിവാസ പദ്ധതിയുടെ കാര്യത്തിൽ ഒരു അന്തിമ ധാരണയായാൽ അടുത്ത മന്ത്രിസഭായോഗം ബുധനാഴ്ചയാണ്. ആ ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭായോഗത്തിൽ വെച്ച് ഈ പുനരധിവാസ പദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പുനരധിവാസത്തിനായി കണ്ടെത്തിയിരിക്കുന്നത്. കൽപ്പറ്റ ടൗണിന് സമീപത്തെ എൽസ്റ്റൺ എസ്റ്റേറ്റും മറ്റൊന്ന് മേപ്പാടിയിലെ നെടുമ്പാൽ എസ്റ്റേറ്റുമാണ്. ഈ 2 എസ്റ്റേറ്റിലും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കുകയാണ്. ഇതിനിടയിലാണ് ചില കേസുകൾ വന്നത്. കേസിൻ്റെ തീർപ്പനുസരിച്ചായിരിക്കും DM ആക്ട് പ്രകാരം ഈ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ പോകുന്നത്. എന്നാലും പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന ആക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വളരെ ദ്രുതഗതിയിൽ സർക്കാർ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. പല അർഹരായ ആളുകളും ഉൾപ്പെട്ടിട്ടില്ല, മറിച്ച് ലിസ്റ്റിൽ ഇരട്ടിപ്പുണ്ടായതായും ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ദുരന്തബാധിതരുടെ പ്രയാസമകറ്റുന്നതിനും ആശങ്കയകറ്റുന്നതിനുമുള്ള ഒരു നിർണായകമായ തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷിക്കുകയാണ്. പ്രവിത. ആർ ശ്രീജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനുള്ളിൽ മന്ത്രിസഭായോഗം ചേരും.